ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ദാവീദ് എന്ന സിനിമയാണ് കണ്ടത്. ഇപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്നൊരു കാറ്റഗറി പെടുത്താവുന്ന ഒരു സിനിമ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ വല്ലപ്പോഴും ഒക്കെയാണ് നമ്മുടെ മലയാള സിനിമകളിൽ വരാറുള്ളത്. സോ അത്തരത്തിലൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം. ആൻ്റണി വർഗീസ് പെപ്പെ പുള്ളിക്കാരന് കൊണ്ടൽ തുടങ്ങുന്ന സമയത്ത് ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിൽ കാർഡൊക്കെ കൊടുത്തു. അത് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുകളിൽ പൂർണ്ണമായിട്ടും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പെർഫോമൻസ് വൈസ് പുള്ളിക്കാരൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു കഥാപാത്രം, പിന്നീട് അവിടെ ഉണ്ടാകുന്ന ഒരു ഈഗോ ക്ലാഷ്, അത് എങ്ങനെ വഴിമാറി പോകുന്നു എന്നുള്ളതാണ് സിനിമയുടെ പ്രധാനമായിട്ടുള്ളൊരു ഇതിവൃത്തം എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സ്പോർട്സ് എന്ന് പറയുന്നൊരു ഏരിയ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകാനോ സിനിമ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിഷ്ണു ഗോവിന്ദാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എനിവേ പുള്ളിക്കാരൻ്റെ ഒരു ഡയറക്ഷൻ സ്റ്റൈൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സിനിമയുടെ റൈറ്റിങ്, സാധാരണ നമുക്കറിയാം ഒരു സ്പോർട്സ് ഡ്രാമകൾ വരുമ്പോൾ ഉള്ള ഒരു സാധാരണയായിട്ടുള്ളൊരു ഫോർമാറ്റുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയ്ക്ക് അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിനുള്ള കുറേ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അത്തരത്തിലുള്ള ഇഷ്യൂസിനെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനും അത് ഓഡിയൻസിൻ്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്ത് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആൻ്റണി വർഗീസ് പെപ്പെ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ആ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം ലിജോ മോള്, സൈജു കുറുപ്പ്, വിജയരാഘവൻ, പിന്നെ നമ്മുടെ ആ ഒരു ബോക്സറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല, അദ്ദേഹം, പിന്നെ അതുപോലെ തന്നെ ആൻ്റണിയുടെ മകളായിട്ട് അഭിനയിക്കുന്ന കൊച്ചുകുട്ടി, ഇവരെല്ലാവരും നല്ല പെർഫോമൻസുകളായിരുന്നു കാഴ്ചവെച്ചത്. ബട്ട് ടോട്ടലി ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഒരു സ്വാഗ് ഫീൽ ചെയ്തത് വിജയരാഘവൻ്റെ ക്യാരക്ടർ വരുമ്പോൾ, ആശാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുമ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളി അടിപൊളിയാണ്. ആ ഒരു ചുമ്മാ നടത്തിയ നോട്ടമൊക്കെ തന്നെ ഒരു ഗംഭീര സ്വാഗ് പുള്ളിയുടെ ഫേസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൈഫിൾ ക്ലബ്ബിലാണെങ്കിലും അതിനകത്ത് ഇരിക്കുന്ന അവിടെ ഒരു ആശാനെന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിയെ കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും ഗംഭീരമായിട്ടുള്ളൊരു സ്ക്രീൻ പ്രസൻസ് പുള്ളിക്കുണ്ട്. പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ റൈറ്റിങ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സിനിമ കുറേയൊക്കെ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് നമ്മളൊരു പതിവ് കാഴ്ചയിൽ കാണുന്ന പോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റിലേക്കല്ല ഇവിടെ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു ഈഗോ ക്ലാഷ് ബേസ് ചെയ്തിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റാണ്. ആ ഒരു കോൺഫ്ലിക്റ്റ് അത്യാവശ്യം നന്നായിട്ട് വർക്കാവുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണിത്, ഏതാണിത് എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് അത്യാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫാമിലി മാൻ്റെ രീതിയിൽ നിന്നും കൊണ്ട് ആ കഥയെ പറഞ്ഞ് ബലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള രീതിയും അത്യാവശ്യം നന്നായിട്ടുണ്ട്. ബട്ട് ഇതിനകത്ത് എനിക്ക് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കുള്ളൊരു കാര്യത്തിനകത്ത് സംഭവം നൈസായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ഒരു പഞ്ച് ഫീൽ ചെയ്യാതെ പോയി എന്നുള്ളത്. കാരണം ഇത്രയും ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ വളരെ കുറവായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത്രയും ബിൽഡപ്പ് കൊടുത്തു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടേണ്ട ഒരു ഹൈപ്പ് ഉണ്ട്. ആ ഒരു ഹൈപ്പിന് മാക്സിമം നമ്മളെ ഓഡിയൻസിന് കിട്ടേണ്ട ഒരു ഫീലുണ്ട്. കാരണം ഇതിനാണ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സിനോട് തോന്നിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുപോലെ തന്നെ ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക്, പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചില ഇടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പർബായിരുന്നു. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട് എന്ന് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ റൈറ്ററായിട്ടുള്ള പുള്ളിക്കാരൻ ഇതിനകത്ത് നമ്മുടെ വിജയരാഘവൻ്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. സോ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിളിന് പറ്റിയ ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ് ദാവീദ്. ശരിക്കും പറഞ്ഞാൽ ദാവീദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു സിനിമയിൽ ശരിക്കും ഹീറോയിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ ദാവീദ് എന്നൊരു ചോദ്യം കൂടെ നിലനിർത്തുന്നുണ്ട്. സോ ആ സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് കഥാപരമായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലാതെ നമുക്ക് വാച്ച് ചെയ്യാനും ഒരുപാടങ്ങ് ലാഗ് അടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും കുറേ ഇഷ്യൂസിനാണ്, കുറേ കാര്യങ്ങളെ കുറച്ചൊന്ന് ക്രോഡീകരിച്ച് ചെറിയ രീതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത്യാവശ്യം ആ ക്ലൈമാക്സ് പോർഷൻ നന്നായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നുണ്ട്. സോ ബാക്കിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റ് സീക്വൻസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വർക്കായി. ബാക്കിയൊക്കെ ഒരു രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ പുതിയ സംഭവങ്ങളൊന്നും സമ്മാനിക്കാതെ എന്നാൽ നമുക്ക് അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് ലെവലിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു സിനിമ. സോ ഒരു വൺ ടൈം വാച്ചബിളിന് പറ്റിയ മൂവി തന്നെയാണ് ദാവീദ്. അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. സോ ഇൻ ഷോർട്ട് മല്ലി സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3 out of 5 ആണ്.
അപ്പോൾ നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ റിവ്യൂസും റോസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. നമ്മുടെ പുതിയ റോസ്റ്റിംഗ് വീഡിയോ വന്നിട്ടുണ്ട്, കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും